പുരോഹിതൻ ഒരു പുതിയ ഭവനം ആശീർവദിക്കാൻ വരുമ്പോൾ ആ വീട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിച്ച് ഉടനെ തന്നെ ആ വീട്ടിൽ ഈശോയുടെ തിരുഹൃദയം പ്രതിഷ്ഠിക്കുകയില്ല. ഒരു കുടുംബത്തിൻ്റെ ശക്തിയാണ് ഈശോയുടെ തിരുഹൃദയം. നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥനാ മുറിയൊന്ന് മനസ്സിൽ കാണൂ. ഒരുപക്ഷെ അങ്ങനെ ഒരു മുറിയില്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടം മനസ്സിൽ കാണും. നിങ്ങളുടെ കുടുംബത്തിന്റെ വലിയൊരു അനുഗ്രഹത്തിന്റെ ഇടമാണ്. ആ ഇടം നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം കേട്ടോ. അതവിടെ വെറുതെ ഒരു ഫോട്ടോ തൂക്കിയിട്ടിരിക്കുകയല്ല, മറിച്ച് ഈശോയുടെ തിരുഹൃദയം പ്രതിഷ്ഠിച്ചിരിക്കുക. വാക്കുകളിൽ പോലും ഉണ്ട് അതിന്റെ വ്യത്യാസം. മറ്റ് ഫോട്ടോ എവിടെയെങ്കിലും ഭിത്തിയിൽ തൂക്കിയിടുന്നത് പോലെ ഇത് തൂക്കിയിട്ടിരിക്കുകയല്ല. ഈശോയുടെ തിരുഹൃദയം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുക. ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരണം. ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ നിങ്ങൾ വ്യാപരിക്കുന്ന സമയം നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ സമയമാണ്.